ദേ മക്കളെ, സ്ക്രോൾ ചെയ്ത് പോവല്ലേ. ഈ തിരക്ക് കണ്ടോ? ഇതേ വെറും തിരക്കല്ല കേട്ടോ. ഇതാണ് കല്യാണ തിരക്ക് എന്നൊക്കെ പറഞ്ഞാല്. വെറും കല്യാണമല്ല കേട്ടോ, ഒരു മഹാ വെഡിങ് എന്ന് തന്നെ പറയാം. ഇതിനെ റോയൽ വെഡിങ് എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ. ഇതാണ് ഒരു കല്യാണം. വെറുതെ കല്യാണം കഴിക്കല്ല, നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എന്തിന് വഴിയിൽ പോകുന്നവർ വരെ കയറി കാണാൻ കൊതിക്കുന്ന ഒരു കല്യാണം. കോടികൾ മുടക്കിയിട്ടാണ് കേട്ടോ ഇവിടെ കല്യാണം നടക്കുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂര്, കുന്നംകുളം, അഞ്ഞൂര്, വടക്കേകാട് റോട്ടിലാണ് കേട്ടോ ഈ കല്യാണം നടക്കുന്നത്. ഇത് ഒരു കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. പക്ഷേ അതുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. അവരുടെ 5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇതിന്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും സെറ്റിട്ട് കല്യാണം നടക്കട്ടെ മക്കളെ. ഇനി അങ്ങനെ നമുക്ക് പറയാട്ടോ. ഇതാണ് കേട്ടോ അവരിട്ടിരിക്കുന്ന സെറ്റ്, മിനാർ പാലസ്. കാലങ്ങളായിട്ട് ഈ സ്ഥലം അവര് ഒരു ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇതിന്റെ വർക്കൊക്കെ നടക്കുന്ന കാരണം പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് കേട്ടോ ഈ സെറ്റൊക്കെ ഇട്ടത്. എന്ത് മനോഹരമായിട്ടാണ് അല്ലേ ഇതിന്റെ വർക്കൊക്കെ. ഇത് സെറ്റ് ഇട്ടിരിക്കുകയെന്ന് ആരും പറയില്ല കേട്ടോ. അത്രയ്ക്കും പെർഫെക്ഷനാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അവിടെ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും തിരക്കുണ്ടായിട്ടും അവിടെ അതിൻ്റെ മാത്രം ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ മാനേജ്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടോ? ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാടാ മക്കളെ. അല്ലാതെ ഇതൊന്നും അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതൊക്കെ ഈ പരിപാടി കഴിഞ്ഞാലേ അവർ അഴിച്ചുകൊണ്ട് പോവും. വിശ്വസിക്കാനാവുന്നുണ്ട് നിങ്ങൾക്ക്? അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാട്ടോ. വന്നവരും പോയവരും ഒക്കെ കണ്ണ് തള്ളി നിന്ന് പോകുന്ന ഒരു അടിപൊളി ആഡംബര കല്യാണം. ഈ കല്യാണത്തിന് വന്നിരിക്കുന്ന ഗസ്റ്റുകള് സാധാരണക്കാരൊന്നല്ല കേട്ടോ. അങ്ങേയറ്റുള്ള രാഷ്ട്രീയം മുതൽ എന്തിന് രാഷ്ട്രീയക്കാർ മാത്രമല്ല, എല്ലാ ഒരുവിധ സെലിബ്രിറ്റീസും ഈ കല്യാണത്തിൽ വന്നു കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കർട്ടൻസ് പോലെ അങ്ങനെ എന്തൊക്കെ പറയാ. ഈ ലൈറ്റ്സ് ഒക്കെ കണ്ട എന്താണ് വലിപ്പം. അടിപൊളിയാണ് കേട്ടാ. MLA മാര്, MP മാര്, ഇനി ആരൊക്കെ വേണം നിങ്ങൾക്ക്? എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കല്യാണം നടക്കാന്ന് പറഞ്ഞാലേ